പ്രചാരണങ്ങളും ചർച്ചകളും തകൃതിയായി നടക്കുമ്പോൾ ആലപ്പുഴ മണ്ഡലത്തിലെ വോട്ടർമാർക്കും ചിലത് പറയാനുണ്ട്. കാണാം മൈക്ക്. ചർച്ചയെന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വികസനത്തെപ്പറ്റിയും വിലക്കൂട്ടത്തെ പറ്റിയൊക്കെയുള്ള ചർച്ചകളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടതും വലതും ആണല്ലോ ഇവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം BJP വരുമ്പോൾ ശക്തമായി ഇപ്പം മുന്നേറിക്കൊണ്ടിരിക്കുന്നൊരു സ്ഥലവും കൂടിയാണ് ഇപ്പം ഈ ആലപ്പുഴ സംബന്ധിച്ചെന്ന് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ നല്ല രീതിയിൽ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇവിടെ KC വേണമെങ്കിൽ കൊണ്ടുപോകും. ആലപ്പുഴ KC ജയിക്കും എന്നുള്ള 100% ഉറപ്പാണ്. ആര് ഭരിച്ചാലും കണക്ക് തന്നെ. ഒന്നും പറയാൻ പറ്റില്ല. 3 പേര് ഒരേ രീതിയിൽ നമുക്കൊന്നും പറയാതെ ജനങ്ങളെ കയ്യിലിരിക്കുന്നതൊന്നും പറയാൻ പറ്റില്ല. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉണ്ടാക്കിയ നേട്ടങ്ങൾ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി പാർട്ടി ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിൽ അധികാരത്തിൽ ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആലപ്പുഴയിൽ നമ്മളുടെ LDFൻ്റെ സ്ഥാനാർത്ഥി വൻപിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കും. എല്ലാവരുടെയും ആഗ്രഹമെന്ന് വെച്ചാൽ ഈ കേന്ദ്രത്തിലോട്ട് പോകാൻ സാധ്യതയുള്ളത് ശോഭാ സുരേന്ദ്രനാണെന്ന്. അവരെ വിടണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പിന്നെ വോട്ട് ശതമാനം കേസ് നിൽക്കുന്നതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു സംശയമുള്ളത്. KC വേണുഗോപാൽ ഇല്ലെങ്കിൽ അല്ലാതെ വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അവർ ജയിക്കുന്നുള്ള ഇവിടുത്തെ ഒരു ചർച്ച. ഞാനൊരു കോൺഗ്രസ് പ്രവർത്തകനാണ്. ഇപ്പോഴും ഞാൻ പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ നിലവിൽ ഇപ്പോൾ പഴയ ഇടതുപക്ഷ സർക്കാർ ഇപ്പം നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന അഴിമതിയെപ്പറ്റി വെച്ചാണെങ്കിൽ ഇവിടെ വേണുഗോപാലല്ല വേറെ ആരും ജയിക്കുകയില്ല. ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യത്തിന് വേണ്ടി സ്ഥാനാർത്ഥി വൻപിച്ച ഭൂരിപക്ഷത്തോട് ജയിക്കും. കേരളത്തിൽ നിലവിൽ കോൺഗ്രസിനുള്ളതിനേക്കാൾ കോൺഗ്രസിൻ്റെ സീറ്റ് കുറയുകയും ചെയ്യും. ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ സ്ഥാനാർത്ഥികൾ എല്ലാം ജയിക്കും. ആലപ്പുഴയിൽ ആരിഫിൻ്റെ കഴിഞ്ഞ വർഷത്തെ ഭൂരിപക്ഷം അതിനേക്കാളും ഇരട്ടിയാകും.